അപ്പം അപ്പം നമ്മൾ ഇന്ന് ഗെയിമല്ല ഒന്നുമല്ല, നമ്മളിന്ന് എഡിറ്റിങ്ങിലാണ് വന്നത്. എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് VN ആപ്പ് എഡിറ്റർ ആണ്. നിങ്ങൾക്കറിയാം ഇത് VN ആണ്. ഇതുണ്ടോ VN. ഓക്കെ, അപ്പം നമ്മളിത് എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതൊരു യൂട്യൂബിൽ ഞാൻ ഇടാൻ സ്റ്റോപ്പ് മോഷൻ അനിമേഷനാണ് ഞാൻ ചെയ്തത്. കണ്ടോ, ഒരു കാറ് പോകുന്നു, കാറ് ഓരോ സ്ഥലത്തൂടെ ഇങ്ങനെ പോവുകയാണ്. ഒരു ചെസ് ബോർഡ് ഇറങ്ങി, അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെസ് ആ ക്യാരക്ടർ ഇറങ്ങി ഒരു കാറ് വന്ന് കാറിൽ കയറ്റിക്കൊണ്ട് പോയി. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഫൈറ്റ് നടക്കും. ഈ കാർ ഓടിച്ചയാളും ആ ചെസ് ബോർഡിൽ നിന്ന് ഇറങ്ങിയവരും ഇങ്ങനെ ഇറങ്ങിയിട്ട് ഫൈറ്റ് നടന്നിട്ട് ഈ ബ്ലാക്കാണ് ജയിക്കുന്ന. ബ്ലാക്ക് തെന്നിടിച്ചിടും. അത് പാർട്ട് 1 ആണ്. അപ്പോൾ ഇത് ഞങ്ങളൊന്ന് എഡിറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ ഏതൊരു സിനിമ ആയാലും നമ്മൾ ഒരു ഇങ്ങനെ വൈറ്റ് സ്ക്രീൻ അല്ലല്ലോ, 2 ലൈൻ കാണത്തില്ലേ രണ്ടിടത്തും. അതിനുവേണ്ടി ഇതാണ്ട് ഇപ്പോൾ ടോപ്പ് കിടക്കുന്ന ഒറിജിനൽ എടുക്കുക. അപ്പോൾ വീഡിയോ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് FPS എഡിറ്റിംഗ് എന്നൊക്കെ കാണിക്കും. അപ്പോൾ ഇത് ഒറിജിനലെന്ന് കിടക്കുന്നത്. നമ്മളിങ്ങനെ പോയാൽ ഈ ഇഞ്ച് കാണും, ഈ 2.351 ആ ഇഞ്ച് ക്ലിക്ക് ചെയ്താൽ മാറി. നിങ്ങൾക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയോ, ഒറിജിനൽ മാറിയോ ചെറുതായിട്ട്. അപ്പോൾ ഈ 2 ആ സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ മാറി. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ കുറേ വീഡിയോ മിസ്റ്റീരിയസ് ക്യാമിൻ്റെ അകത്തൊക്കെ ഈ ഒരു ഇതാ. പിന്നെ ടിങ് ടോങ്ങിൻ്റെ അകത്തൊക്കെ അത് ക്ലിക്ക് ചെയ്യുക, ഫിൽറ്ററിൽ ചെല്ലുക. ഫിൽറ്റർ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അഡസ്റ്റ് ചെല്ലുക, എക്സ്പോസർ കുറയ്ക്കുക, കോൺട്രാസ്റ്റ് കൂട്ടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി എന്താണ് അതങ്ങ് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഞാനങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുവാണ്. നമ്മുടെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ക്ലാരിറ്റി ആയിട്ട് കാണാം. ചില ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കിതിങ്ങനെ ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ സ്റ്റോപ്പ് മോഷൻ വീഡിയോ ഇതാണ്. ഇങ്ങനെ കാറ് വരും. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു സൗണ്ടും ഇല്ല. സൗണ്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സാധനത്തിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ റെക്കോർഡ് വോയിസ് ഇല്ലേ അത് ഉപയോഗിക്കും. അതൊക്കെ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർക്ക് സംസാരമൊക്കെ കൊടുക്കാൻ. ആദ്യം നമുക്ക് കാർ സൗണ്ട് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ കാറ് ഇതിലെ കൂടെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സാധനം ഇല്ലേ, അതിൻ്റെ അകത്ത് 3 സാധനം കാണും. ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള റെക്കോർഡെന്ന് കിടക്കുന്നത്. ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫക്റ്റ് ചേർക്കുന്നത്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഇടുന്നത്. ഇഫക്റ്റ് ക്ലിക്ക് ചെയ്താൽ എന്നിട്ട് നമുക്ക് വെഹിക്കിൾസ് ഉണ്ട്. വെഹിക്കിൾസ് ക്ലിക്ക് ചെയ്യുക. അപ്പം കാർ 1 കിടക്കും, കാർ 3 കിടക്കും, കാർ 2 കിടക്കും, കാർ 1 ഇങ്ങനെ. അത് ക്രാഷ് ചെയ്യുന്ന സൗണ്ടാണ്. കാർ 3 ഇങ്ങനെ. അത് ഡ്രിഫ്റ്റിന് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അത് നമുക്ക് വേണം. കാർ 2 അത് എനിക്കറിഞ്ഞോളൂ എന്ത് വേണമെന്ന്. ഓക്കെ, ഇത്ര ഉള്ളു കാറിൻ്റെ. അപ്പോൾ ഇത് ക്രാഷ് ചെയ്യുന്നത് ഇത് നല്ലതാ. ഇത് കാറ് ഇത് മാത്രം ഉപയോഗിച്ചൊരു വേറെ സ്റ്റോപ്പ് മോഷൻ ചെയ്തിട്ടുണ്ട്. യൂസ് കൊടുക്കുമ്പോൾ നമ്മുടെ കാർ സൗണ്ട് ഇവിടെ വരും. അപ്പോൾ കാർ ഇതുവരെ വന്നില്ല. അപ്പോൾ നമുക്ക് കാറ് വരുന്ന സമയം കൊണ്ട് വെക്കാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാക്കുക. അപ്പോൾ കാറ് വരുന്നു. ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കാറിൻ്റെ സൗണ്ടാണ്. വീണ്ടും ഒരു വട്ടവും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെ. അപ്പോൾ ഇതാണ് റിസൾട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് ഓക്കെ, ഇപ്പം നമ്മുടെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒന്ന് ചെയ്യട്ടെ.
അപ്പം നമ്മൾ ആ ഒരു പണിയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കാർ സൗണ്ട് മാത്രമുള്ള ഒരു റിസൾട്ട്. അപ്പം ഇതിനൊന്നും സൗണ്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കാർ നിർത്തുന്നതൊക്കെ സൗണ്ട് എനിക്ക് ചെന്ന് നോക്കണം. പിന്നെ അത് ഇടിക്കുന്നതൊക്കെ സൗണ്ട് എനിക്ക് വേണം. അതൊക്കെ എനിക്ക് വേണം ഗൈസ്. അപ്പോൾ നമ്മുടെ കാർ സൗണ്ട് മാത്രം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ സൗണ്ട് കൊടുക്കണം? ഇനി നമുക്ക് മ്യൂസിക് കൊടുക്കണ്ടേ? അതൊക്കെ പിന്നെ ചെയ്യാം. നമുക്ക് ഈ ഒരു സൗണ്ട് കൊടുക്കുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ ഈ കാർ സൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കില്ല പെട്ടി ഉറക്കുന്ന സൗണ്ടൊക്കെ വേണം. നിക്കേഷ്, ഞാനിത് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആ ഒരു സൗണ്ട് തീർന്നിരിക്കുന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ എടുക്കുന്ന സൗണ്ട് ഇതാണ്. അതാണ് നമ്മുടെ ഇതിലെ സൗണ്ട്. കണ്ടോ, സെറ്റപ്പ് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം നമുക്ക് എടുക്കണം. ഇതാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച സൗണ്ടാണ്. ഇല്ല തറയിട്ട് അടിക്കുന്ന സൗണ്ട്. അപ്പോൾ അത് തുറക്കുന്ന പോലെയൊക്കെ തോന്നില്ല. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തുറക്കുന്ന സൗണ്ട് വേണം. ഈ സാധനം തുറക്കും. അത് ഞാൻ പോയി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാൻ പോയി വരാം. ചെയ്തിട്ടുണ്ട്. ഇത് തുറക്കുന്ന സൗണ്ട് നമുക്ക് ചെയ്യാം. ഇവിടെ ചെല്ലുക, ഇതെടുക്കുക, ഫോട്ടോസ് എടുക്കുക. ഞാനാണെങ്കിൽ ഇത് ഒരു കോപ്പി ചെയ്തേണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഞാനേ ഈ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തില്ലേ, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത സാധനം ഇതിൻ്റെ അകത്തോട്ട് വരാൻ പറ്റും. ഏത് വീഡിയോ ആയാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്തേയും വരാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇതിൻ്റെ അകത്ത് കാണും. അപ്പോഴുണ്ടല്ലോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് മേളിലോട്ടാക്കോ. അത് കാണത്തില്ല, സൗണ്ട് കാണും. നോക്കണം, കണ്ടോ? അതിൻ്റെ സൗണ്ട് മാത്രം കാണും. അത് ഇങ്ങോട്ട് നീക്കുക. എനിക്ക് അത് ഇവിടെയാണ് തുറക്കുന്ന സമയത്ത് തന്നെ വെച്ചാൽ നല്ല ഈ കിടികാച്ചി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങോട്ടാക്കണം കുറച്ച്, എന്നിട്ട് ഇങ്ങോട്ട് നീക്കണം. നോക്കട്ടെ. ഓക്കെ, അത് കിടിലോ ആയിരുന്നു. അത് കിടിക്കാച്ചായിരുന്നു. ഓ, അത് ഇടില്ല, അത് സെറ്റ്. എന്നിട്ട് നമ്മൾ ഇയാൾ നടന്നു വരുന്നത് അത് എനിക്ക് റെക്കോർഡ് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. ബിക്കോസ് സൗണ്ട് ഇഫക്റ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ഇവിടെ വെക്കണം. എന്നിട്ട് അത് നമുക്ക് സെറ്റാക്കണം. ഇപ്പം സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ ഗൈസ് അതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് സൗണ്ട്. അപ്പോൾ നമ്മളിത് ഫുള്ള് ഈ സാധനത്തിന് ഫുള്ള് സൗണ്ട് ഇഫക്റ്റ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് പഞ്ചിങ് ഇഫക്ട്സ് ഒക്കെ കൊടുക്കണം. പഞ്ചിങ് ഇഫക്ട്സ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെ, നിങ്ങൾ നേരത്തെ ഞാൻ ഈ ഒരു ഡോർ സൗണ്ട് ഇഫക്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ പഞ്ചിങ് ഇഫക്റ്റും കൂടെ കൊടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് പഞ്ചിങ് ഇഫക്റ്റും കൂടെ കൊടുത്തിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സൗണ്ട് ഇഫക്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു സ്റ്റോപ്പ് മോഷൻ. അപ്പോൾ ഇവിടെ അപ്ലോഡ് കൊടുക്കുക, എക്സ്പോർട്ട് കൊടുക്കുക. അത് ഫുള്ള് അപ്പോൾ എക്സ്പോർട്ടാവും, പെട്ടെന്ന് എക്സ്പോർട്ടാവും ഗൈസ്. എക്സ്പോർട്ടായിട്ടൊന്ന് കാണാം. സോ എക്സ്പോർട്ടായി കഴിഞ്ഞ് ഒരു പരസ്യം വരും. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു ഇത് വരും, ഡൺ കൊടുക്കുക. ഡണ്ണായ എല്ലാം ഡണ്ണായിട്ടുണ്ട്.
അപ്പം നമ്മളിനി ചെയ്യുമെന്ന് വെച്ചാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഞാനെന്ന് പറയുന്നേ ഉള്ളൂ, അപ്ലോഡ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ട്. യൂട്യൂബ് എടുക്കുക, ഇതൊക്കെ എന്തുവാ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത് വരും, അത് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് വല്ലതും തമ്പനയിൽ, അപ്പോൾ നമ്മൾ തമ്പനയിലെടുത്ത് ഇതാണ് തമ്പനയിൽ കൊടുക്കുക, ഡൺ കൊടുക്കുക. തമ്പനയിൽ വന്ന് അപ്പോൾ ഇവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് കൊടുക്കുക. നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഓഫ് കിഡ്സ് എന്ന് വെച്ചാൽ അത് കിഡ്സ് യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഒരാളിഞ്ഞതാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോയും കൂടെ അപ്ലോഡ് ആയിക്കട്ടെ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.